ബിഗർ ഹോസ്പിറ്റൽസ് വിത്ത് ഓൾ ദി ഫെസിലിറ്റീസ് മീൻസ് മോർ മണി. അതാണ് നേരെ മനസ്സിലേക്ക് വരിക. ഇപ്പോൾ എനിക്ക് ഇപ്പുറത്തെ കുഞ്ഞു ഹോസ്പിറ്റൽ അവിടെ പോയാലും എൻ്റെ മനസ്സിലേക്ക് അപ്പം തന്നെ എൻ്റെ ആധാർ ഞാൻ പണയം വെക്കേണ്ടി വരും എന്നുള്ളൊരു സിറ്റുവേഷനിൽ വരാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈയിടെ ഡോക്ടറുടെ ഒരു വാർത്ത വായിച്ചത്. പാവപ്പെട്ട രോഗികൾക്ക് കൺസെഷൻസ് കൊടുക്കുന്നു, ഡോക്ടർ ഫീസ് എടുക്കുന്നില്ല, ഹോസ്പിറ്റൽ ഫീസ് എടുക്കുന്നില്ല. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? എന്താ ശരിക്കും ഉണ്ടായത്? രേണു പറഞ്ഞ ഒരു ഫസ്റ്റ് പോയിന്റിലേക്ക് ഞാൻ ആദ്യം ഉത്തരം തരാം. ബിഗർ ഹോസ്പിറ്റൽസിന് തീർച്ചയായിട്ടും മണി കൂടുതൽ വാങ്ങിക്കേണ്ടി വരും. അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി വെൻ യു ഇൻവെസ്റ്റ് എ ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ, വെൻ യു ഇൻവെസ്റ്റ് ഓൺ ക്വാളിറ്റി മാൻ പവർ, ഇതിന് റിട്ടേൺസ് എന്തായാലും വേണമല്ലോ. വേണം. എങ്ങനെ റിട്ടേൺസ് ഉണ്ടാക്കുക? വളരെ പച്ചയ്ക്ക് ഞാൻ പറയും, ഇത് ജനങ്ങളുടെയും ചാർജ് എടുക്കാണ്ട് എങ്ങനെയാണ് നമുക്ക് റിട്ടേൺസ് എടുക്കാൻ പറ്റുക? ഇഫ് യു ക്യാൻ കമ്പയർ എ റേറ്റ് ഓഫ് എ ടീ at a normal hotel and Hyatt, tea will be same, but the presentation of the tea will be different. Yes, it is. And the value of money will also be changing. So this happens in healthcare also. To be very frank, to be very open. Okay. ഇനി കാരണം ഇപ്പം ഒരു കോട്ടണറി കെയർ സെൻറ്ററിൽ ഞാനൊരു കാത്ത് ലാബ് വാങ്ങിക്കണമെങ്കിൽ ഒരു 10 CR ആയിരിക്കും കാത്ത് ലാബിന് വില. ഈ കാത്ത് ലാബിന് 18% GST കൂടി ഞാൻ ഗവൺമെൻറ് അടക്കണം. ഇനി അത് പോട്ടെ, ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഈവൻ കൺസ്യൂമേഴ്സിന് തന്നെ ഞാൻ GST അടക്കണം. ഇതൊന്നും എനിക്ക് റീഫണ്ട് കിട്ടാൻ പോകുന്നില്ല. ഇതെല്ലാം പബ്ലിക്കിൻ്റെ പൈസയിൽ നിന്ന് അടയ്ക്കാനൊക്കെ ഉള്ളൂ. ഇനി ഒരു 7 വർഷം കഴിഞ്ഞാൽ ഈ കാത്ത് ലാബ് എൻഡ് ഓഫ് ലൈഫായി. പിന്നെ ഇതെടുത്ത് ഈ വേസ്റ്റ് കളയാനേ കൊള്ളാവും. അപ്പോൾ അടുത്ത വരുന്ന കാത്ത് ലാബ് ചിലപ്പോൾ അന്ന് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ 15 കോടി ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ പേഷ്യൻ്റെ ചാർജ് കൂട്ടേണ്ടി വരും. അല്ലാണ്ട് ഇത് മുന്നോട്ട് പോവില്ല. സോ വൺ സൈഡ് അതുണ്ട്. രണ്ടാമത്തെ സൈഡ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം, ഞാൻ എന്തുകൊണ്ട് ചാരിറ്റി പ്രവർത്തനത്തിന് വരുന്നതിന് മുന്നേയുള്ള ഈ ഉത്തരം പറഞ്ഞാലേ എൻ്റെ ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറഞ്ഞു വരുന്നത്, കേരളത്തിലെ ഓവറോൾ ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസിന് നിങ്ങൾ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ മേ ബി മെട്രോസ് ലൈക്ക് കൊച്ചി ആൻഡ് ഓൾ വിൽ ഹാവ് around 50% insured patients, but 50% doesn't have insurance. That's all? Yeah, that's all. 50% is the maximum number. You won't get 50%. If you take the overall Kerala picture, overall Kerala, 10% insurance. Oh. I know it very well, 10% insurance. 90% ഇപ്പോൾ ഇൻഷുറൻസ് ഇല്ല. ഇത് മാറണം. ഇത് ഞാൻ പല സമയത്തും മാധ്യമപ്രവർത്തകരോടും അതേപോലെ രാഷ്ട്രീയക്കാരോടും പറയുന്നൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ ഒരു വണ്ടി വാങ്ങിച്ചാൽ ഇപ്പം രേണുവിൻ്റെ അഫോർഡബിലിറ്റി അനുസരിച്ച് കാർ വാങ്ങിക്കാൻ പറ്റും. രേണുവിൻ്റെ EMI അടയ്ക്കാനുള്ള കപ്പാസിറ്റി നോക്കിയിട്ട് രേണു കാർ വാങ്ങിക്കുള്ളൂ അല്ലേ? ആ കാർ വാങ്ങിക്കുന്ന സമയത്ത് യു ഹാവ് ടു പേ എ കമ്പൽസറി ഇൻഷുറൻസ്. ഡെഫിനറ്റ്ലി റോഡിൽ ഇറക്കണമല്ലോ. എന്ത് ജനിക്കുന്ന കുഞ്ഞിന് ഇൻഷുറൻസ് എടുക്കാൻ നോക്കുന്നില്ലാരും? കാർ വാങ്ങിക്കാൻ പൈസ ചിലവാക്കുന്ന ഉടമസ്ഥന് ഇൻഷുറൻസ് ഇല്ല, എന്നാൽ ഓട്ടിക്കുന്ന കാറിന് ഇൻഷുറൻസ് ഉണ്ട്. ഈ സ്ഥിതി മാറണം. ആൻഡ് ഇൻഷുറൻസിന് നമ്മളൊരു ഇയർലി നമ്മളൊരു പ്രീമിയം അടയ്ക്കാൻ നോക്കുകയാണെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് എ മണി ഓഫ് 2 coffee പെർ ഡേ. അതിനപ്പുറമൊന്നുമില്ല. എമൗണ്ട് അനുസരിച്ച് ഒരു 100 രൂപ രണ്ട് നേരത്തെ ഒരു കോഫി കുടിക്കുന്നത് പൈസ മാറ്റി വെച്ചാൽ മതി. ഒരു 100 രൂപ ഇൻറ്റു 33,000 പെർ മന്ത്. ശരിയാണ്. നല്ലൊരു എമൗണ്ട് ആവും. അത്രയും വരുമ്പോൾ ഇത് ചെലവാക്കാൻ പറ്റാത്ത ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ടോ? 2 ചായയുടെ പൈസ മാറ്റി വെച്ച് ഇൻഷുറൻസ് ആക്കാൻ പറ്റും. എൻ്റെ അടുത്ത് ചോദിക്കും, എനിക്ക് അസുഖമൊന്നും വന്നില്ല, ഞാൻ വർഷം പൈസ അടയ്ക്കുന്നത് വെറുതെ അല്ലേ, ഇത് തിരിച്ചിട്ടും ചോദിക്കുന്ന ആൾക്കാർ, ഇത് തിരിച്ചു ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത് ഇൻഷുർഡ് ആണെങ്കിൽ you can go to any healthcare institution. You don't have to worry about the cost. Insurance company is looking after the cost and they will take care of you. Why are we not taking insurance? So that is my question. അത് പബ്ലിക്കിലേക്ക് നമ്മൾ എല്ലാവരും ചേർന്ന് when we talk to public, that is why I am stressing in that point, നമുക്ക് നമ്മുടെ ആരോഗ്യം ആണ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഉള്ള സ്ഥലം. if you want to buy a house, നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കിയിട്ട് നിങ്ങൾ വീട് വാങ്ങിക്കുള്ളൂ. if you want to buy a car, നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കിയിട്ട് വാങ്ങിക്കുള്ളൂ. if you want to buy any gadget, you will take care of your budget. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗാഡ്ജറ്റ്സ് വാങ്ങിക്കും, അല്ലെങ്കിൽ വാങ്ങിക്കില്ല. അത്രയല്ലേ ഉള്ളൂ. അതേപോലെ അസുഖം വരുന്നത് നമ്മുടെ ബഡ്ജറ്റ് നോക്കിയിട്ടല്ല. അസുഖം മൾട്ടി മില്യനിയർക്കും ഏറ്റവും പാവപ്പെട്ടവനും ഒരേ അസുഖം വരുന്നു. അസുഖത്തിനൊരു മര്യാദയില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിൽ യു എൻഷുർ ദാറ്റ് നിങ്ങളൊരു ഇൻഷുർഡ് ആണ്, അത് നിങ്ങളുടെ ഫാമിലി ഇൻഷുർഡ് ആണ്. അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ടേക്ക് കെയർ ഓഫ് ഹെൽത്ത്, ദാറ്റ് ഇസ് ഫൈൻ.
അസുഖം ആർക്കും വരാതിരിക്കട്ടെ. പക്ഷേ ഈ ഒരു ബാക്കപ്പ് പ്ലാൻ നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പാദ്യമെല്ലാം ഒരു അസുഖം കൊണ്ട് രേണു നേരത്തെ പോലെ തമാശയ്ക്ക് പറയുന്ന കുടുംബം പണയം വെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം കവറപ്പ് ചെയ്യണമെങ്കിൽ എല്ലാവരും ഇൻഷുറൻസ് എടുക്കാൻ ഞാൻ വിചാരിക്കുന്നത് ഇന്നും നാളെയും നടക്കുന്ന കാര്യമല്ല. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ താങ്ങാൻ പറ്റാത്ത ആൾക്കാർ വരുമ്പോൾ ചികിത്സ നിഷേധിക്കാൻ പാടില്ലെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. എങ്ങനെ അവരെ അക്കോമഡേറ്റ് ചെയ്യാം എന്നൊരു ചോദ്യമുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ ട്രീറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സഹായിക്കാൻ ആരുമില്ല. നമ്മൾ തന്നെ മനസ്സിൽ വിചാരിച്ചാൽ മാത്രമേ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും ചേർന്നിട്ട് ആ പർട്ടിക്കുലർ പേഷ്യൻറ്റിന് അവർക്ക് ചാർജസ് വേണ്ട. Even hospitals also compromising on our charges. And we have the expense of medicine and consumables. അതിലേക്ക് കുറച്ച് കൊണ്ടുവന്ന് അവരെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഈ പദ്ധതി വെച്ചിരിക്കുന്നത്. ആൻഡ് ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്. ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ പാസ്റ്റ് സോ മെനി ഇയേഴ്സ്. എന്നിട്ടും അതിപ്പോൾ താങ്ങാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. സി, ഐ ഹാവ് പേഷ്യൻസ് ഹു നോ മീ. ഇപ്പോഴും എന്നെ കാണാൻ വരാറുണ്ട്. അവർ ഒരു 1 രൂപ കയ്യിലില്ല. ചെറിയ കുഞ്ഞിന്